ഹലോ എവ്രിവൺ, നമസ്കാരം. സൗമ്യ സോർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഓണാശംസകൾ എല്ലാ കേരളീയർക്കും. സൗമ്യ സോർട്ട് ഓഫ് കുക്കിങ്ങിൻ്റെ ഓണാശംസകൾ. നമ്മൾക്ക് ഓണം എന്ന് പറയുമ്പോൾ പായസമില്ലാത്തൊരു ഓണം ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? അതും പ്രഥമനില്ലാത്ത ഓണം ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴപ്രഥമനാണ്. അപ്പോൾ പഴപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: നേന്ത്രപ്പഴം 1/2 കിലോ, ശർക്കര 1/2 കിലോ, തേങ്ങാപ്പാൽ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തേങ്ങയുടെ 2 പാൽ എടുക്കണം. ഇപ്പോൾ വലിയ തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മീഡിയം സൈസ് തേങ്ങയാണെങ്കിൽ ഒരു 2 തേങ്ങയുടെയൊക്കെ തേങ്ങാപ്പാൽ എടുക്കേണ്ടി വരും. അതിൽ കട്ടി തേങ്ങാപ്പാൽ ഏകദേശം ഒരു 200 മില്ലി വരുന്ന പോലെ, 200 മില്ലി വരുന്ന പോലെ കട്ടി തേങ്ങാപ്പാലും, അതുപോലെ തന്നെ ഒരു ഏകദേശം 1 ലിറ്റർ വരുന്ന രീതിയിൽ 2 പാലുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഏലക്കായപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ ചുക്കുപൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് കൊപ്രയാണ്, അതായത് ഉണക്കത്തേങ്ങ, കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയുന്ന കൊപ്ര. ഓക്കെ, അത് ഒരു പകുതി കൊപ്ര, അത് ചെറുതായിട്ട് മുറിച്ചിട്ട് അത് വേണം. പിന്നെ വേണ്ടത് കാഷ്നട്ടാണ്, അണ്ടിപ്പരിപ്പ്. കുറച്ച് നമുക്ക് ആവശ്യമനുസരിച്ച് അണ്ടിപ്പരിപ്പ് ഇടാം, ആവശ്യമനുസരിച്ച് മുന്തിരിങ്ങി ഇടാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ചിലർ കൊട്ടത്തേങ്ങ മാത്രമേ ഇടുള്ളൂ, ചിലർ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇടും. പിന്നെ നെയ്യ്, ഈ തേങ്ങ ഇതൊക്കെ വറുക്കാൻ ആവശ്യത്തിന്, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങളെ വേണ്ടൂ. അപ്പോൾ എങ്ങനെ നമുക്ക് പഴപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്ക് പഴപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം പഴം നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് പഴമിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനായിട്ട് 1/2 കിലോ നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ പഴം എടുക്കണം കേട്ടോ. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അതായത് പുളിയില്ലാത്ത പഴമായിരിക്കണം, അതായത് പുളി ഒട്ടും ഇല്ലാത്ത പഴമായിരിക്കണം. അപ്പോഴാണ് ശരിക്കും പഴപ്രഥമന് അതിൻ്റെതായ എക്സാക്റ്റ് സ്വാദ് കിട്ടുക. ഞാനിത് പഴുപ്പിക്കാൻ വേണ്ടി തന്നെ 3 ദിവസം വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇത് പലരും പല രീതിക്ക് ചെയ്യാറുണ്ട്. ചിലർ പഴത്തിനെ മുറിച്ചിട്ട് പീസാക്കിയിട്ട്, അതായത് തൊലിയെ കളഞ്ഞ് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വേവിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യണം. എൻ്റെ വീട്ടിൽ ചെയ്യണത് സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് പഴം വേവിക്കും, അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. അതായത് ഞാൻ കണ്ടിരിക്കുന്ന ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. ഓൾറെഡി തിളച്ചു തുടങ്ങിയില്ലേ? നമുക്കിനി ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ചിട്ട് ഈ തട്ടിലേക്ക് മുറിച്ചിടാം. പിന്നെ നന്നായിട്ട് പഴുത്ത പഴം വേണം നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ കേട്ടോ. പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കണം. അതിൽ പുളി ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നമുക്കിതൊരു 5 to 10 മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുള്ളിൽ പഴം വെന്ത് കിട്ടും. ഒരു 5 to 8 മിനിറ്റൊക്കെ ധാരാളം മതിയാവും. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് ആവി വരട്ടെ എന്നല്ല, നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ പഴം. നമുക്ക് പഴം വെന്തോന്നൊന്ന് നോക്കാം. ഇത് കണ്ടോ, പഴം വെന്തോന്ന് ഇങ്ങനെ അറിയാമെന്നറിയോ? പഴത്തിൽ നിന്നും കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും പഴം. അത് കണ്ടാൽ നമുക്കറിയാം ഓക്കെ പഴം വെന്തിട്ടുണ്ട് എന്നുള്ളത്. നമുക്കപ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നാറട്ടെ. നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് വെല്ലം ഉരുക്കാൻ വെക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 കിലോ വെല്ലം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ 1/2 കിലോ വെല്ലമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് അലിയട്ടെ. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞാൽ മാത്രം മതി. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ മണ്ണുണ്ടാവും. അപ്പോൾ ആ മണ്ണ് പായസത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചൊടിക്കണം. അതുപോലെ തന്നെ ഇതിൽ ഒരു കുറേ
ഈ ചെളി പോലെ കുറച്ച് സംഭവം ഉണ്ടാവും. അപ്പോൾ അത് മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ നമുക്ക് അതെടുത്ത് കളയുകയും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകുമ്പോഴേക്കും നമുക്ക് ഇത് കണ്ടോ, ഞാൻ ഇത്രയും വലിയ തേങ്ങ എടുത്തിരിക്കണം കേട്ടോ, ഒരു വലിയൊരു തേങ്ങ എടുത്തിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ പാലാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും നമുക്ക് രണ്ടും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതിനെ മാറ്റി വെക്കാം കേട്ടോ. കാരണം ഈ മുകളിൽ പത പോലെ ഉണ്ടല്ലോ, അത് ഡെപ്പോസിറ്റ് ആവും. നമുക്കതിനെടുത്തിട്ട് മാറ്റി കളയാനുള്ളതാണ് കേട്ടോ. ഞാൻ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അരക്കട്ടെ, എന്നിട്ട് എത്ര തേങ്ങാപ്പാൽ കിട്ടും നോക്കാം കേട്ടോ നമുക്ക്. അതായത് വെള്ളം ഒഴിക്കാണ്ട് എടുക്കണം എന്നാണ്. നോക്കട്ടെ എത്ര കിട്ടും നോക്കാം. അപ്പം ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാം എത്ര കിട്ടുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു അരിപ്പ് വയ്ക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ എത്ര കിട്ടുന്നു. ഒന്നാം പാലെന്ന് വെച്ചാൽ കട്ടിപ്പാലായിരിക്കണം. അത്യാവശ്യം കൈവേനിക്കുന്ന പരിപാടിയാണ്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നമുക്ക് 2-ാം പാൽ എടുക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചാൽ കുറച്ച് അധികം പാല് കിട്ടും കേട്ടോ. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1-ാം പാലും അതുപോലെ തന്നെ 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പഴം ഉണ്ടല്ലോ, പഴത്തിന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതങ്ങോട്ട് ചെയ്തെടുക്കാം കേട്ടോ. പഴം വഴറ്റിയെടുക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ വെക്കണതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ആദ്യം ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ നെയ്യിലോട്ട് പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഉടച്ചിട്ട് കൊടുത്താലും മതി. നമുക്ക് തവി കൊണ്ട് ഉടച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിലർ ഇതിൻ്റെ ഉള്ളിലത്തെ ആ അരി ഉണ്ടല്ലോ അത് കളയും. പക്ഷെ ഞാൻ അരിയൊന്നും കളയണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അരിയിൽ ഉദ്ദേശിച്ച ഈ നടുവിലത്തെ ഈ സംഭവം ഉണ്ടല്ലോ അതിനെ കളയണ കാര്യമാണ് കേട്ടോ. ശരിക്കും നന്നായിട്ട് ചൂടാറിയിട്ടില്ല. നല്ലോണം ചൂടാറിയിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവും. ഇനി ഉണ്ടല്ലോ ഈ പഴത്തിന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈ പഴത്തിന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ലോയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാവും. ചിലരിത് അരച്ചെടുക്കും, പക്ഷെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിക്കാൻ ഒന്നും തന്നെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാവണ സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്, അരയ്ക്കാറൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളപ്പാവ് ഒഴിച്ചു കൊടുക്കാം. അതായത് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യ് ഇതിൽ നിന്നും വിട്ട് വരുന്ന പരുവത്തിലായില്ലേ, നമുക്കിനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ആ ഡസ്റ്റൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഈ ശർക്കര പാനികൾ ഒഴിച്ചു കൊടുക്കാം. അടിയിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉറപ്പായിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത്.
ഇത് കണ്ടോ, ഇതൊക്കെ മണ്ണാണ്, ഇത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളയാനുള്ളതാണ് കേട്ടോ. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ശർക്കര പാനിയും അതുപോലെ തന്നെ ഈ പഴവും ഒന്ന് മിക്സായിട്ട് വരണം. എപ്പോഴും പഴം നന്നായിട്ട് വെന്ത ശേഷം മാത്രമേ ശർക്കര പാനിയിൽ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേവില്ല. നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് ഈ ശർക്കര പാനിയും അതുപോലെ തന്നെ പഴവും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണം. കടിക്കാൻ ഒട്ടും പഴം കിട്ടണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചക്കയൊക്കെ വരട്ടില്ലേ, അതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക, അത് തന്നെയാണ് ഉദ്ദേശം. ഇത് നല്ല കട്ടിയായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഇതിലത്തെ കട്ടയായിട്ടുള്ള പോർഷൻസൊക്കെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കാം. സാധാരണ ഈ കാറ്ററിംഗുകാരൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയോ, വെള്ളത്തിൽ ജസ്റ്റ് പാകത്തിനിട്ട് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അതാണ് നമ്മൾ സാധാരണ കല്യാണത്തിനൊക്കെ പോണ സമയത്തേ പഴപ്രഥമനെ കഴിക്കുന്ന സമയത്ത് അതിൽ പഴത്തിൻ്റെ ഒരു തരി പോലും കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കിട്ടാത്തത്. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരിയൊക്കെ കടിക്കാൻ കിട്ടും അല്ലേ. അത് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടോ, ഇന്നലത്തെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റിക്കഴിഞ്ഞു. ഞാൻ ഇത് വറ്റുമ്പോഴേക്കും തന്നെ ഇതിലത്തെ കട്ടിയായിട്ടുള്ള പോർഷൻസ് മുഴുവൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കുന്നതിന് നല്ല സ്വാദാണ് കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു പായസത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടുവരാം കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ വറ്റിയത് കണ്ടോ, ഇതാ ഈ ഒരു പരുവം. ഓക്കെ, ഈ ഒരു പരുവത്തിലാവുമ്പോൾ നന്നായിട്ട് ഈ പഴത്തിലൊക്കെ ശർക്കരയൊക്കെ നന്നായി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനൊരു പാത്രം മാറ്റിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് ഇളക്കാനൊരു സൗകര്യം ഉണ്ടാവും. ഇതിലേക്ക് രണ്ടാം പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ രണ്ടാം പാല്. ഇത് അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ, അപ്പോഴേക്കും നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത് കണ്ടോ, അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. ഒരു ലേശം കൂടെ കട്ടിയാവണം നമുക്ക്. അപ്പോഴത്തേക്കും ഇതിൽ ചുക്കും ഏലക്കായും വേണമെന്നുണ്ടെങ്കിൽ ജീരകവും പൊടിച്ചിടാം. ഓക്കെ, ഞാൻ പക്ഷെ ഇപ്പോൾ ജീരകം ഇടുന്നില്ല, എല്ലാത്തിനും ഒരേ ഫ്ലേവർ ആവണ്ട. അപ്പോൾ ഞാൻ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചിടാൻ പോകണം കേട്ടോ. ചുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ജിഞ്ചറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതും ഏലക്കായും കൂട്ടിയിട്ടാണ് പൊടിച്ചിടാൻ പോകുന്നത്. ഞാനിപ്പോൾ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കണ്ട. നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കാം കേട്ടോ, മതി. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഓക്കെ, ഞാൻ മാറ്റി വെക്കുകയാണ്. ഞാനിപ്പോൾ പഴം വയറ്റില്ലേ അതേ പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് കഴുകൊന്നും വേണ്ട. ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇത്രയുമുള്ള കൊട്ടത്തേങ്ങയാണ് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത്. അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഞാനിത് ഉണക്കത്തേങ്ങ എടുത്തിരിക്കണേ. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കത്തേങ്ങ കിട്ടിയില്ല, അതായത് കൊപ്ര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ തേങ്ങയും ഇങ്ങനെ പൂണ്ടിടാവുന്നതാണ് കേട്ടോ. പക്ഷെ ഉണക്കത്തേങ്ങനെ കുറച്ചും കൂടെ സ്വാദ്. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളുടെ ഈ പഴപ്രഥമന് സാധാരണ 3-4 കോമ്പിനേഷൻസ് ഉണ്ട്. അതായത് ഒന്ന് ചുക്കും ജീരകവും കൂടെ പൊടിച്ചിട്ട് ചേർക്കുക, പിന്നെ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ച് ചേർക്കുക, അതൊരു കോമ്പിനേഷനാണ്.
അതുപോലെ വേറെ കോമ്പിനേഷനാണ് ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഓരോ പ്രാവശ്യം നിങ്ങൾ ഓരോ രീതിയിൽ ചെയ്ത് നോക്കും. അപ്പോൾ ഏതാ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ബെസ്റ്റായി ഇഷ്ടപ്പെടുന്ന അത് സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് മാറി മാറി ചെയ്യാറുണ്ട് ഇങ്ങനെ. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്. എല്ലാ പായസങ്ങളും ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ. വെള്ള പായസം എന്ന് വെച്ചാൽ എല്ലാ വെള്ള പായസം ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ സുഖമില്ലല്ലോ. ഇത് കണ്ടോ, ഇങ്ങനെ ചുവന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കണം. കാഷ്നട്ട് ഓപ്ഷണലാണ് കേട്ടോ. ചിലർ കാഷ്നട്ട് ഇടില്ല, തേങ്ങക്കൊത്ത് മാത്രമേ ഇടുള്ളൂ. ഇതിൽ കാഷ്നട്ടും ലേശം ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം, അതായത് ഉണക്കമുന്തിരി മതി. ഇനി നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ആ നെയ്യോടുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളുടെ പായസം പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന വെറൈറ്റി റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ല പാലക്കാടൻ വിഭവങ്ങൾക്കായി, നല്ല കേരള വിഭവങ്ങൾക്കായി, നല്ല ഇന്ത്യൻ വിഭവങ്ങൾക്കായി, നല്ല വെറൈറ്റി വിഭവങ്ങൾക്കായി സ്റ്റേ ട്യൂൺ ടു സൗമ്യാസ് ആർട്ട് ഓഫ് കുക്കിംഗ്. താങ്ക് യു.